ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു എഡിറ്റിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേർക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും, പക്ഷേ എഡിറ്റ് ചെയ്യാൻ അറിയില്ല എന്നായിരിക്കും അവർ പറയുന്ന കാരണം കേട്ടോ. ഞാൻ അത്ര വലുതായിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരാളല്ലെങ്കിലും എൻ്റെ ചാനൽ 1.6K ആക്കിയത് ഞാൻ ഈ ചെറിയ എഡിറ്റിംഗ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇൻഷോട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടത്. എന്നിട്ട് പിന്നെ ഇവിടെ ഈ ഒരു ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇൻഷോട്ട് എന്നാണ് കേട്ടോ നമ്മുടെ ആപ്പിൻ്റെ പേര്. ആ ഒരു ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ എടുക്കുമ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള പിന്നെ ഫോട്ടോസും അതേപോലെ വീഡിയോസൊക്കെ വരും. നമ്മളെന്ത് ചെയ്യുക, വീഡിയോ സെലക്ട് ചെയ്യുക. ഏത് വീഡിയോ ആണോ നമുക്ക് ഇടേണ്ടത് വെച്ചാൽ ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഏതൊക്കെയാണ് വേണ്ടത് വെച്ചാൽ ആ വീഡിയോസൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ മെയിനായിട്ട് എഡിറ്റ് ചെയ്യുന്ന അങ്ങോട്ടേക്ക് വരും. അപ്പം അതിൽ ഫോട്ടോസാണോ വീഡിയോസാണോ വേണ്ടത് വെച്ചാലൊക്കെ സെലക്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ഏതൊക്കെ വേണം വെച്ചാൽ അതൊക്കെ ചെയ്യാം. നമുക്ക് വീണ്ടും ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ആദ്യം തന്നെ ചെയ്യൽ എന്താ വെച്ചാൽ ഇത് റേഷ്യോ മാറ്റി കൊടുക്കും കേട്ടോ. കാരണം റേഷ്യോ 16.9 ആണ് നമ്മുടെ വീഡിയോ ഇടുന്നതിൻ്റെ റേഷ്യോ. അതല്ല നമുക്ക് ഈ ഷോർട്സ് ആക്കിയിട്ട് ഇടേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ 9.16 അത് രണ്ടുമാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ആകുമ്പോൾ 16.9 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താണത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു റേഷ്യോ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും. അല്ല ഞാൻ ഒരു രസം ഉണ്ടാവില്ല കാണാൻ. ചില സമയത്ത് നമുക്ക് ഈ ഒരു റേഷ്യോയിൽ ഇടേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് 9.16 കാരണം ഇത് ഈ തിരിച്ചിട്ട് എനിക്ക് ഈ ഒരു റേഷ്യോയിലേക്ക് ആക്കിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതിനെക്കൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. അവിടെ നമ്മൾ ഈ ചിലപ്പോൾ സൂം ചെയ്യാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പം ഒരു നോർമൽ ആ ഒരു ഇതിൽ നിൽക്കുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഫ്രെയിം ഉള്ളിലേക്ക് പോകും, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോൾ ഈ ഒരു റേഷ്യോയിൽ തന്നെ ആ സെൻറ്ററിൽ തന്നെ വെക്കുക. ചില സമയത്ത് നമുക്ക് ചെറുതാക്കേണ്ടൊക്കെ വരുമല്ലോ, ആ ഒരു സമയത്താണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുക. എന്നിട്ട് ഇവിടെ നമ്മുടെ അതിൽ ഒരു ഇൻഷോട്ടിൻ്റെ ഒരു ചെറുതായിട്ടൊരു ലോഗോ അങ്ങനെ അവിടെ ഉണ്ടാവും. അവിടെ ഫ്രീ റിമൂവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ പരസ്യങ്ങൾ വരും കേട്ടോ. ഫ്രീ ആയിട്ട് ആ ഒരു പേര് അവിടുന്ന് റിമൂവായി കിട്ടാനാണ്. ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, നല്ലൊരു വൃത്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പരസ്യം നമ്മൾ സഹിക്കുക, അതിനെ വൃത്തിയുള്ളൂ. ആ പരസ്യം ഒരു സമയം കഴിയുമ്പോൾ അത് പോവും. അപ്പോൾ അവിടെ ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്ന ഒരു കാര്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ എന്ത് ചെയ്യും, ഈ ഒരു പരസ്യം പോയി കിട്ടും. ഈ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാണ് എന്നെ സംബന്ധിച്ച് എളുപ്പം കേട്ടോ. എനിക്കിതാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇൻഷോട്ടിനെ പറ്റിനെ കാണിക്കാൻ കാരണം. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ആ പേരൊക്കെ പോയിട്ട് അവിടെ അങ്ങനെ വൃത്തിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ടാവും. അതിൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം, നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ പലവിധ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു വോളിയം ക്ലിക്ക് ചെയ്തിട്ട്, ആ ഒരു വോളിയം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. ആ വോളിയം ക്ലിക്ക് ചെയ്തിട്ട് ആ സൗണ്ട് അങ്ങോട്ട് ഓഫാക്കിയിടും. അങ്ങനെ ഓരോ വീഡിയോസിൻ്റെ സൗണ്ട് ഞാൻ എന്ത് ചെയ്യും, ഓഫാക്കും. അപ്പോൾ അത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതല്ല പാട്ടൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കോപ്പിറൈറ്റ് വരാൻ വരെ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ കോപ്പിറൈറ്റ് വന്നാൽ നമ്മളെ വീഡിയോ മോണിറ്റൈസ് ആയി കിട്ടൂല, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി കിട്ടൂല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആ വോയിസ് ഞാൻ ജസ്റ്റ് ഓഫാക്കിയിടാണ് കേട്ടോ. എല്ലാത്തിൻ്റെ വീഡിയോ ഞാൻ ഓഫാക്കിയിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ഗാലറിയിൽ ഒരു പാട്ടുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാക്ട് ഫിലിം വീഡിയോ എന്ന് പറഞ്ഞിട്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലുള്ള പാട്ട് നമുക്ക് വീഡിയോ മാത്രം പാട്ട് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനേ കഴിയും കേട്ടോ. പക്ഷെ അതിലേക്കൊന്നും പോവാതിരിക്കുകയും നല്ലത്, കോപ്പിറൈറ്റ് വന്നാലോ ഇതിനെക്കൊണ്ട്. പിന്നെ നമുക്ക് അവിടെ മ്യൂസിക് കൊടുക്കാം, വേണമെങ്കിൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കൊക്കെ ഉണ്ടാവും, അത് കൊടുക്കുക, കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ഓപ്ഷൻ കണ്ടോ, റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ, ഞാൻ ഇപ്പോൾ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്, അപ്പം ഇതേപോലെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ എപ്പോഴും ഈ ഒരു സംഭവമാണ് ചൂസ് ചെയ്യുക. കാരണം നമുക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഉള്ളൊരു എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് കൊടുക്കാം, നമ്മുടെ ടൈമിനനുസരിച്ച് കൊടുക്കാം. അപ്പം ഇതേപോലെ ചെയ്യാം. ആ വോയിസ് ഓവർ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ബാക്ക് ഒരു തിരിഞ്ഞിട്ടുള്ളൊരു ആരോ മാർക്ക് കണ്ടോ അവിടെ സൈഡിൽ, ആ ആരോ മാർക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ചെറിയ രീതിയിൽ ഈ ഒരു രീതിയിലൊക്കെ എഡിറ്റ് ചെയ്ത് തന്നെ യൂട്യൂബ് ചാനൽ വിജയിപ്പിക്കാനൊക്കെ പറ്റും. എഡിറ്റിങ്ങിൻ്റെ ഒരു ABCD പറയാത്ത ആൾക്കാർ വരെ
യൂട്യൂബ് ചാനൽ വിജയിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ സാധാരണക്കാരെ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, വലിയ വലിയ എഡിറ്റിംഗ് ഒന്നും അറിയാത്തവർക്ക് ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല. പിന്നെ ഉള്ളത് അനാവശ്യമുള്ള ഭാഗങ്ങൾ നമുക്ക് സ്പ്ലിറ്റ് അടിച്ചിട്ട് നമുക്കത് ഒഴിവാക്കി കളയാം കേട്ടോ. സ്പ്ലിറ്റ് അടിക്കുമ്പോൾ നമുക്കത് റിമൂവ് ചെയ്ത് കളയാൻ കഴിയും. പിന്നെ അതേപോലെ വേറൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിലുള്ള ഓപ്ഷൻസും എല്ലാം ഇതിലുണ്ട്. ആ ഒരു ഓപ്ഷനും കൂടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് ഒരു വീഡിയോ സൈഡിൽ ചെറുതായിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമൊക്കെ വരും. അതിന് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സ് എടുക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്റ്റിക്കേഴ്സ് എടുക്കുമ്പോൾ അതേപോലെ സ്റ്റിക്കറുകൾ, അതേപോലെ ഡൂഡിൽസ്, നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കൂലേ കാണാണ്ടിരിക്കും. ചിലപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു പാട്ട് പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാൻ, അതേപോലെ ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കാൻ, കാണാണ്ടിരിക്കാൻ, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിലുണ്ട് കേട്ടോ. ആ ഡൂഡിൽസിൽ ആ സ്റ്റിക്കേഴ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? പിന്നെ നമുക്ക് ഇതിൽ പിന്നെ കണ്ടോ, ഇതാണ് ഡൂഡിൽസ്. ഈ ഒരു സംഭവം കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഭാഗം ഹൈഡ് ചെയ്ത് നിൽക്കും. അപ്പം എന്തുകൊണ്ടും ഇൻഷോട്ടാണ് ഒരു ബിഗിന്നറായിട്ട് ഒരാൾക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പം. ഞാനൊരു ബിഗിന്നർ ആയതുകൊണ്ട് തന്നെ എനിക്കിത് പറയാൻ പറ്റും കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് ഒരു കഥ ഉണ്ടായിരുന്നില്ല ഈ ഒരു എഡിറ്റിങ്ങിനെ കുറിച്ചിട്ട്. പിന്നെ ഒരാളെ സഹായമില്ല, ഞാൻ സ്വയം യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നൊക്കെ കൊടുക്കേണ്ട ആവശ്യം വരില്ലേ. അന്നേരം നമുക്ക് ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പം അതൊക്കെ ഈ സ്റ്റിക്കേഴ്സിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഫിൽറ്റർ, ചിലപ്പോൾ നമുക്ക് വീഡിയോക്ക് ഫിൽറ്ററൊക്കെ കൊടുക്കേണ്ടി വരും. ചില സമയത്ത് തീരെ ഒരു കാണാൻ ഭംഗിയില്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ഫിൽറ്ററൊക്കെ കൊടുക്കുമല്ലോ. അതിനാണ് ഈ താഴെയുള്ള ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനില്ലേ, അത് ആ ഒരു ഫിൽറ്ററിൽ നിൽക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുക നമ്മൾ ജസ്റ്റ്. അപ്പോൾ അന്നേരം ഇതേപോലെ കളർ മാറി മാറി ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഏതാണോ കൂടുതലൊരു മാച്ചും ഇല്ലാത്തൊന്നും കൊടുക്കരുത് കേട്ടോ. അത്യാവശ്യം ഒരു മാച്ച് തോന്നുന്നതൊക്കെ ഒന്ന് കൊടുക്കുക. ഞാൻ ഈ ഒരു ഫിൽറ്റർ ഉപയോഗിക്കലില്ല കേട്ടോ. ശരിക്കും ഞാൻ ഫിൽറ്ററൊന്നും ഉപയോഗിക്കാതെ സാധാ പോലെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമ്മളെ ക്യാമറ തന്നെ ഓൾറെഡി ഫിൽറ്റർ ഉണ്ടാവും, പിന്നെ നമ്മുടെ വക ഫിൽറ്ററും കൂടെ ഇടുമ്പോൾ പക്ക ബോറായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ ഫിൽറ്റർ ഉപയോഗിക്കലില്ല. അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളി കേട്ടോ. ഒരു പേടിയും പേടിക്കണ്ട, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻഷോട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കുക. എല്ലാ ഓപ്ഷൻസും നമ്മൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ സ്വന്തം വീഡിയോയിൽ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു കുഴപ്പമില്ല. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. എനിക്കറിയുന്ന എല്ലാ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറഞ്ഞു തരാനുള്ളത്. പിന്നെ നമുക്കിതിൽ വേറെ ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ ആ പ്ലസ് ഒന്ന് നെക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യുക അറിയാം, പിന്നെ വേറൊരു ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചില വീഡിയോയിലൊക്കെ, നമ്മുടെ വീഡിയോയിലെ കൂടെ തന്നെ പഴയ വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ അവിടെ അങ്ങനെ കൊടുക്കണമെങ്കിൽ ഒരു പ്ലസ് അടിച്ചിട്ട് ഒരു വീഡിയോ കൂടെ അവിടെ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അതേമാതിരി പിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളെ കൂടെ തന്നെ വേറൊരു വീഡിയോയും കൂടെ വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തുടക്കത്തിൽ ഈ ഒരു പോലെ ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ മാത്രം ചെയ്താൽ മതി. ഒരു സ്പ്ലിറ്റ് ചെയ്യലും റെക്കോർഡ് ചെയ്യലും വോയിസ് ഒഴിവാക്കലും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എന്നാൽ തന്നെ സൂപ്പറായിട്ട് വീഡിയോസ് ഇട്ടിട്ട് എഡിറ്റ് ചെയ്യുക ചെയ്യാം കേട്ടോ. അടുത്ത തവണ ഞാൻ തംബ്നെയിൽ കൊടുക്കുന്നത് കാണിക്കാം. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവില്ല എന്നറിയാം, കാരണം ഞാനും ഒരു ബിഗിന്നറല്ലേ. അതുകൊണ്ട് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേക്കും കേട്ടോ. ഡൗട്ടുള്ള ആൾക്കാർ ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. വാട്സപ്പ് മെസ്സേജ് മാത്രമേ ഇതിലേക്ക് വരുള്ളൂ. ഞാൻ എൻ്റെ ചെടീൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഫോൺ നമ്പറാണ് കേട്ടോ അതിൽ. അപ്പം അതിലേക്ക് മാത്രം മെസ്സേജ് അയച്ചാൽ മതി. അപ്പം പിന്നെ ഈ ഒരു ഓപ്ഷൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് വരുന്നില്ല കേട്ടോ. ചിലപ്പോൾ വരുന്നുണ്ടാവും, പക്ഷെ ഞാനത് ഉപയോഗിക്കില്ല. ഞാൻ ഉപയോഗിക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പല ആൾക്കാരും പല കാര്യങ്ങളും പറഞ്ഞുതരും. നിങ്ങളെ വീഡിയോ അങ്ങനെ ചെയ്താലേ സക്സസ് ആവുള്ളൂ.
ഇങ്ങനെ ചെയ്താൽ സക്സസ് ആവുള്ളൂ എന്നൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ഈ ഒരു സംഭവം മാത്രം വീഡിയോയിൽ ഉപയോഗിക്കലുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു എന്താ പറയുക ആനിമേഷൻ, ഇത് കൊടുത്താൽ ചിലപ്പോൾ രസമായിട്ട് വരലുണ്ട് കേട്ടോ. രസമായിട്ട് വരും കൊടുത്തു കഴിഞ്ഞാൽ. ഒരു വീഡിയോ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കയറി വരിക, ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോവുക, അതൊരു രസമുണ്ട് കാണാൻ. അത് ഞാൻ നമ്മളെ ഈ ഒരു എന്താ പറയുക ഷോർട്സ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചില ടൈമിൽ ഞാൻ ഉപയോഗിക്കലുണ്ട്, ചില ടൈമിൽ വല്ലപ്പോഴൊക്കെ. പിന്നെ ഇതൊക്കെ ഒരു റേഷ്യോ മാറ്റുന്നതാണ് കേട്ടോ. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 16:9 ആ ഒരു പിന്നെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോ ഇടുന്നതിൻ്റെ റേഷ്യോ ആണത്. ഓക്കെ. പിന്നെ ഷോർട്സിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 9:16. അത് രണ്ടും ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മേലെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, അവിടെ 4K തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മെർജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 4K തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 4K ചെയ്യുമ്പോഴാണ് നമ്മളെ വീഡിയോ നല്ല ക്ലാരിറ്റിയും ക്ലിയറൊക്കെ ഉണ്ടാവുക കേട്ടോ. ഓക്കെ. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ വല്ലാണ്ട് വലിയ എഡിറ്റിങ് ചെയ്യുന്ന ആളൊന്നുമല്ല. ഈ കണ്ട എഡിറ്റിങ് മാത്രമേ ഞാൻ ചെയ്യലുള്ളൂ. എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ആരെങ്കിലും വീഡിയോ ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. പിന്നെ 4K അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് എന്ത് ചെയ്യുക, വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.